ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മീനും ചിക്കനും ഒന്നുമില്ലേ? വിഷമിക്കുക വേണ്ട. നമുക്ക് ചിക്കൻ്റെയും മീനിൻ്റെയും ഒക്കെ ടേസ്റ്റിനെ കാട്ടിയും നല്ല അടിപൊളി ടേസ്റ്റിലൊരു കിടിലൻ മുട്ട മസാല ഫ്രൈ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു മസാലയാണ്. അതിൻ്റെ ഉള്ളി മസാല മാത്രം മതി ചോറിലിട്ട് ഇളക്കി കഴിക്കാൻ. രസമോ പുളിശ്ശേരിയോ ഒക്കെ ചോറിലൊഴിച്ചിട്ട് ഈ ഒരു മുട്ട മസാല വെച്ച് നമ്മൾ ചോറൊരു പിടി പിടിച്ചാലേ ഇരട്ടി ചോറകത്ത് പോകും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അതിൻ്റെ ഒരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 7-8 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 5-6 ചെറിയ ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂണോ ഇല്ലെങ്കിൽ 1/2 ടീസ്പൂണോ അങ്ങാനും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ടേ. ഇതുപോലെ നന്നായിട്ട് അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 5 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുട്ട നമുക്കൊന്ന് വരഞ്ഞെടുക്കണം. ചെറുതായിട്ട് കത്തി വെച്ച് മേളിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ഒരുപാട് കത്തി അകത്തോട്ട് പോയി കഴിഞ്ഞാൽ മുട്ട ഉടഞ്ഞു പോകും. എനിക്കിതേ 5 മുട്ട എടുത്തു വെച്ചിട്ട് കത്തി അല്പം അകത്തോട്ട് പോയി എന്ന് തോന്നുന്നു. ഒരു മുട്ട ചെറുതായിട്ടൊന്ന് പൊളന്നു പോയായിരുന്നു. അങ്ങനെ നമുക്ക് ഈ അരപ്പൊക്കെ ഒന്ന് അകത്തോട്ട് പിടിക്കാൻ വേണ്ടിയാണ് ഈ വരഞ്ഞു കൊടുക്കുന്നത്. എന്നാലും മുട്ടയുടെ ഈ പുറം ഭാഗം ഇങ്ങനെ പോളിഷായിരിക്കുന്ന കാരണം അകത്ത് അരപ്പ് പിടിക്കാൻ പാടാണ്. അതുകൊണ്ടാണ് നമ്മളൊന്ന് അടുപ്പിച്ചൊന്ന് വരഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഈ മസാല എടുത്ത് നന്നായിട്ട് മുട്ടയുടെ എല്ലാ ഭാഗങ്ങളിലും ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ആ വരഞ്ഞ ഭാഗത്തിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ അരപ്പങ്ങ് അകത്തോട്ടങ്ങ് പിടിച്ചോളും നന്നായിട്ട്. ഇതേ ഇപ്പം ഞാൻ അരപ്പെല്ലാം നന്നായിട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ സവാള ചെറുതായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉതിർത്തിടുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കൈ കൊണ്ട് നന്നായിട്ട് ഒന്നൊന്നായിട്ട് കിടക്കുന്ന പോലെ ഉതിരുതിരായിട്ട് ഒന്ന് ഉതിർത്തിട്ട് അതങ്ങ് മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു കടായി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലോ ഇല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. നമ്മളൊരു ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരുപാട് മുക്കി പൊരിക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ മുട്ടയൊക്കെ പറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, കത്തി എനിക്ക് വരയുമ്പോഴത്തേക്ക് കത്തി ഒരല്പം മുട്ടയുടെ അകത്തോട്ടൊന്ന് പോയായിരുന്നു എന്ന്. അതുകൊണ്ട് എനിക്ക് ഈ മുട്ടയിൽ ഒരു മുട്ട അങ്ങനെ അങ്ങ് പൊളന്നു പോയായിരുന്നു. അപ്പം ഞാൻ ആ മുട്ട എടുത്തങ്ങ് മാറ്റി വെച്ചു. ഇപ്പോൾ ഒരു 5-6 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചിട്ട് കൊടുത്തപ്പോഴത്തേക്ക് നന്നായിട്ട് നല്ലതുപോലെ ബ്രൗണിഷ് ആയിട്ട് അരപ്പൊക്കെ നല്ല മൂത്ത് വെന്ത് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് കോരി അങ്ങ് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം ആ പൊടിയുണ്ടല്ലോ, അതിൽ കിടക്കുന്ന പൊടിയും കൂടെ ചേർത്ത് കോരി ആ മുട്ടയുടെ കൂടെ അങ്ങ് എടുത്ത് മാറ്റി വയ്ക്കാം. ആ മസാലയുടെ കൂട്ടത്തിൽ ആ പൊടിയും കൂടെ കിടക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് ഒരു അല്പം കൂടെ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഉള്ളിയില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല ബ്രൗണിഷായിട്ട്, ഒരു ലൈറ്റ് ബ്രൗണിഷായിട്ട് നമുക്ക് അതങ്ങ് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് ബിരിയാണിക്ക് ഇടുന്ന പോലെ അങ്ങ് ക്രിസ്പി ആയിട്ടൊന്നും മൂക്കണ്ട. ഒരു ലൈറ്റായിട്ടുള്ള ബ്രൗണിഷായിട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3-4 ഇളക്കം കൂടെ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ടൊന്ന് നല്ല ബ്രൗണിഷായിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് മൂത്ത് കിട്ടും. ദേ കണ്ടില്ലേ, ഇതുപോലെ ഇരുന്നാൽ മതി. ഇനി ഈ ഉള്ളി എടുത്ത് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മുട്ടയുടെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ മുട്ടയുടെ ഇടയിലേക്കും പിടിക്കുന്ന പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ട മസാല റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണിത്. ഇത് നല്ല ഒരു മണവുമാണ്. ആ ഉള്ളി മൂക്കുന്നതിൻ്റെയൊക്കെ ഒരു മണമില്ലേ, ഒന്ന് ഓർത്ത് നോക്കൂ. നല്ല സവാള ഉള്ളി നല്ല ബ്രൗണായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു നല്ല മണമില്ലേ, അത് ഈ മുട്ടയുടെ കൂടെ അങ്ങോട്ട് ചേരുമ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അല്പം മല്ലിയിലയൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് വെച്ചാൽ നല്ല അടിപൊളി മുട്ട ഫ്രൈ റെഡിയാണ് കേട്ടോ. ഊണ് കഴിക്കാൻ ഇത് മാത്രം മതി, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകല്ലേ. അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം കേട്ടോ. ഹാവ് എ ഗുഡ് ഡേ. ബൈ.